പ്രിയപ്പെട്ട ലാലേട്ടാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. എൻ്റെ ലൈഫിലെ വളരെ പ്രതിസന്ധി ഘട്ടമായ ഒരു സമയത്താണ് ഏപ്രിലിൽ എനിക്ക് ഈ കോള് വരുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഏപ്രിൽ സമയമാകുമ്പോൾ ഞാൻ ഈരാറ്റുപേട്ടയിലായിരുന്നു. അരുവിത്തറ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിൻസെൻ്റ് ഏട്ടൻ വിളിക്കുന്നത്. ഇങ്ങനെ രഞ്ജിത്തിന് താല്പര്യമുണ്ട്, ഈ പടം ഒന്ന് ചെയ്യണം. തരുൺ മൂർത്തിയാണ്. തരുണിൻ്റെ ആദ്യത്തെ പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാം എൻ്റെ 10-70 സിനിമകളായി, ഓൾമോസ്റ്റ് 70 ഫിലിംസിൻ്റെ ഒരു ക്രക്സിൽ നിൽക്കുമ്പോൾ വന്ന ഒരു സിനിമയാണ്. വളരെ പ്രൗഡായിട്ട് പറയട്ടെ, എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് തുടരും. അത് കഴിഞ്ഞിട്ട് ഈ വർഷം എനിക്ക് വളരെ നല്ലൊരു ഒരു റണ്ണായിരുന്നു. അത് തുടരുമി തുടങ്ങി. യോധ ഒരു 42 പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു ആളാണ് ഞാൻ. യോധയിലെ ഓരോ ബിറ്റും എനിക്കറിയാം. RR ആയാലും ലാലേട്ടൻ്റെ പെർഫോമൻസ്, ജഗതി ചേട്ടൻ്റെ പെർഫോമൻസ്. അപ്പം അങ്ങനെ 70 സിനിമ എടുക്കേണ്ടി വന്നു എനിക്ക് മോഹൻലാലിൻ്റെ ഒരു സിനിമ ചെയ്യാനായിട്ട്. ലാലേട്ട, ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു ദിസ്. അതിൽ എല്ലാം ഉണ്ട്. അതായത് നമ്മുടെ ഡ്രീം കോംബോ, ലാലേട്ടൻ, ശോഭന മാം, എല്ലാ മലയാളികളുടെ ഒരു ഡ്രീം കോംബോ. അതിൽ ഒരു ഫാമിലി സോങ് ചെയ്യാൻ പറ്റി. അവരുടെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡ്രാമ സ്കോർ ചെയ്യാൻ പറ്റി. ഇൻ്റർവെല്ലിൽ അറിയാം. ആൻഡ് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട എന്താ പറയുക, സെക്കൻഡ് ഹാഫിലെ ആ ഒരു ജയിൽ ഫൈറ്റ്, ആ ജയിൽ ഫൈറ്റിൽ എന്നെ റഷസ് കാണിക്കുമ്പോൾ തന്നെ ആ എന്താ ലാലേട്ടൻ ചാടുന്ന ആ സീക്വൻസ് കണ്ടപ്പോഴേ എന്താ പറയുക, എനിക്ക് കിട്ടിയ ആ രോമാഞ്ചം തിയേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അത് എല്ലാവരുടെയും എന്താ സഹകരണത്താൽ എൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ മൈൻഡ് സ്കോറിലെ ടീമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം, പ്രോഗ്രാമേഴ്സ് എല്ലാവരും ഒന്ന് കയറി വരണം. മൈൻഡ് സ്കോറിലെ ടീംമേറ്റ്സ് ഒക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വന്നാൽ നല്ലതായിരിക്കും. അവർ രാപ്പകലില്ലാതെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും എൻ്റെ എൻജിനീയേഴ്സ്, പ്രോഗ്രാമേഴ്സ്, എവ്രിബഡി ഈസ് പുട്ട് ദെയർ ഹാർട്ട് ആൻഡ് സോൾ ഇൻ ടു ദ ഫിലിം. അപ്പം ഞാൻ ആ സമയത്ത് അവർക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, തരുണിൻ്റെ കൂടെയുള്ള ഈ ഒരു ഓപ്പറേഷൻ ജാവ കഴിഞ്ഞിട്ടുള്ള ആ ജേണി, തരുണിൻ്റെ ഫോക്കസ് ഇൻ എവറിത്തിങ് ഹി ഡസ്, തരുണിൻ്റെ എന്താ പറയുക, ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ള തരുണിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിന് മേലുള്ള ഡെഡിക്കേഷൻ, മ്യൂസിക്കിലുള്ള സെൻസ്, അതെല്ലാം ഈ സിനിമയിൽ റിഫ്ലക്റ്റായി. ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവരോടും താങ്ക്സ് ചെയ്തില്ലെങ്കിൽ അത് മോശമായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇവരെ വിളിച്ചത്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇവരെല്ലാവരും ഇതിൻ്റെ ഒരു വലിയ പാർട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിത്തേട്ടന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. രഞ്ജിത്തേട്ടൻ, ചിപ്പി ചേച്ചിയും, അവന്തിക മോളും. രഞ്ജിത്തേട്ടൻ ഒരു പ്രൊഡ്യൂസറല്ല, ഈ പടത്തിൻ്റെ ജീവനാഴിയാണ് രഞ്ജിത്തേട്ടൻ. ഓരോ റീല് കഴിയുമ്പോൾ രഞ്ജിത്തേട്ടൻ വന്ന് കാണും. രഞ്ജിത്തേട്ടൻ്റെ ഇൻപുട്സ് ഉണ്ട്, രഞ്ജിത്തേട്ടൻ്റെ ഒരു ഐഡിയേഷൻ ഉണ്ട്, രഞ്ജിത്തേട്ടൻ്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതെല്ലാം ഈ പടത്തിൽ റിഫ്ലക്റ്റ് ആയി. എല്ലാം കൊണ്ട് സർവേശ്വരൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു സിനിമയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി യു കുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനെയും ലാലേട്ടൻ്റെ കൂടെ ഇനിയും പടങ്ങൾ ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കിട്ടി എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ജയ്ക്സേനോടൊരു സംശയം ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ മാത്രം സംശയമല്ല, ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉള്ള സംശയമാണ്. നിങ്ങളുടെ സ്റ്റുഡിയോയിൽ പടങ്ങൾ കടത്തിവിടുന്ന 200 കോടിയിലേക്ക് കടത്തിവിടുന്ന ഒരു അച്ചുണ്ടെന്ന് കേൾക്കുന്നു, നേരാണോ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, 10-70 സിനിമകളായി. എന്തോ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് വർക്കായി വരുന്നത്. അപ്പോൾ അതൊക്കെ ലാലേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യുമ്പോൾ അത് എലിവേറ്റഡ് ആവുന്നു. നിങ്ങൾ അന്വേഷിച്ച് ഫയർഫോഴ്സുകാർ പുറത്തുവിപ്പുണ്ട്. എന്താണ് സ്ക്രീനിൽ നിന്ന് കത്തിക്കണേ എന്നാ പറയണ, കത്തിക്കണേ, മനസ്സിലായില്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ ഏറ്റവും കൂടുതൽ ആണിതേ കൈയടിക്കുന്നു. അല്ല, ഇത് കത്തിക്കാനുള്ള കിടുക്കം വിഷ്വലുകൾ കിട്ടുന്നതുകൊണ്ടും കൂടിയാണ് അല്ലേ? അതെ, 100%. അപ്പോൾ ആ വിഷ്വൽ ഉണ്ടാക്കി വെച്ച ഷാജി ചേട്ടനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഷാജി ചേട്ടാ, പുള്ളി ഉണ്ടാക്കുന്ന വിഷ്വലുകൾ വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാ ബ്രഹ്മാണ്ഡ പടങ്ങളുടെയും ക്യാമറമാൻ പുള്ളിയായിരിക്കും. എൻ്റെ പൊന്നോ, ഷാജിച്ചേട്ടൻ്റെ ഡേറ്റ് കിട്ടാനില്ല, അതാണ് പ്രശ്നം. ഷാജിച്ചേട്ടൻ്റെ ഡേറ്റ് കിട്ടാനായിട്ടുള്ളൊരു എളുപ്പവഴി എൻ്റെ കയ്യിലുണ്ട്. എന്താണ്? കഥ പറയുമ്പോൾ തന്നെ ചേട്ടനോട് പറയാ, ചേട്ടാ ഷൂട്ട് കൊടുങ്കാടിൻ്റെ നടുക്കാന്ന് പറയാ. അപ്പോൾ പുള്ളി നോക്കി എപ്പോഴാണ് മോനെ ഞാൻ വരണ്ടേന്ന് ചോദിക്കും. ആണല്ലേ? അത്രേ ഉള്ളൂ. ഷാജിച്ചേട്ടൻ പറഞ്ഞോളൂ. അത് സത്യമല്ല. അല്ല, കാട്, മഴ, പുഴ, മല, വന്യമൃഗങ്ങളായ കടുവ, പുലി, ആന, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ചേട്ടനൊരു ത്രില്ലുള്ളൂ എന്നുള്ള കേൾക്കണം. ലാൽ സാർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ തമ്മിൽ കൂടുന്ന സിനിമകളിലെല്ലാം ഇത്തരം സാധനങ്ങളുള്ളൂ, സാധാരണ മനുഷ്യർ മാത്രമുള്ള സിനിമകൾ ഇല്ലേന്ന് ചോദിക്കാറുണ്ട്. അതെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അതങ്ങനെ വന്നപ്പെടുന്നതാണ്, അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മോശമൊന്നും പറ്റിയിട്ടില്ല, ഒന്നുമില്ല, സന്തോഷമുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വിഷ്വലുകളും ഏറ്റവും നല്ല ഗംഭീര മ്യൂസിക്കും ഏറ്റവും നല്ല ഫൈറ്റും അങ്ങനെ എല്ലാം കൊണ്ടും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കൂടി ഒരു കാര്യമുണ്ട്. അതായത്
ഷായി ചേട്ടനെ നമ്മൾ അറിയാം, എനിക്ക് തോന്നുന്നു 50ഓളം സിനിമകൾ അല്ലെ, 50-ന് മുകളിൽ സിനിമകൾ മലയാളത്തിൽ ചെയ്ത ആളാണ് ഷായി ചേട്ടൻ അല്ലേ? അതെ അതെ. അപ്പോ അത് നമ്മളിവിടെ ഹെവി ആയിട്ട് കാണിക്കാം. കാണിക്കണം. ഷായി ചേട്ടൻ സൈഡിലേക്ക് ഒന്ന് നിൽക്ക്. ആ നല്ലൊരു കയ്യടി ഷായി ചേട്ടന് കൊടുക്കണം. ഇത്രയും വലിയൊരു ഫൈറ്റ് നമ്മൾ കണ്ട സ്ഥിതിക്ക് നമ്മളുടെ തുടരുമിന്റെ ഫൈറ്റിനെ പറ്റി പറയാതെ പോകാൻ പറ്റില്ലല്ലോ വിഷ്ണു. ഒരിക്കലും ഇല്ല. നമ്മുടെ മാസ്റ്റർ സ്റ്റൺ സിൽവ മാസ്റ്റർ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. മാസ്റ്റർ വണക്കം, വാങ്ങോ. മാസ്റ്റർ, കൊച്ചു കുട്ടികൾ വരെ മറ്റേ ആ ലാലേട്ടൻ കൈകുത്തി ചാടുന്ന പോലെ ചാടുന്ന റീല് കണ്ട് 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 നമ്മൾ അത് കത്തിച്ച് വെച്ച് മതിയായി ഇവിടെ. അത് മാസ്റ്റർ പറഞ്ഞപ്പോൾ സാറ് ചെയ്തതാണോ അല്ലെങ്കിൽ ലാലേട്ടൻ അത് ചെയ്ത് കാണിച്ചു കൊടുത്തതാണോ? രണ്ട് കാര്യം ചോദിക്കാണ്ട്. ആദ്യം இல்லை, இது ஃபைட் பற்றி நிறைய சொல்லணும். என்ன அப்படின்னா, அந்த ஃபைட்டை பற்றி முதல்ல டைரக்டர் சார் சொல்லும்போது ஒன்று சொல்லியாச்சு. இந்த போலீஸ் ஸ்டேஷன் நீங்கள் இப்போ பார்க்குறப்போ நிறைய சீன் இருக்குது, நீட்டாக இருக்கும். அப்போ இந்த ஃபைட்டு முடிஞ்சிட்டு பார்க்குறப்ப பார்த்தீங்கன்னா ஒரு தனியாக ஒரு யானை வந்து போனதுக்கப்புறம் எப்படி இருக்கணுமோ அப்படி இருக்கணும்னு சொல்லியாச்சு. அது டைரக்டர் சார் தான் அந்த இன்புட் கொடுத்தாரு. அப்புறம் அந்த ஃபைட்டர் கேரக்டர் வந்து சார் வந்து நிறைய அவங்க கிட்டத்தட்ட 360 படம் பண்ணியிருக்கு, 1000 ஃபைட்டுக்கு மேலே பண்ணியிருக்கோம்ல. இப்போ அந்த ஃபைட்டர் கேரக்டர் ஃபைட்டர்னு பயங்கர இன்ட்ரெஸ்ட் ஆயிடுவாங்க அவங்க. அந்த ஃபைட்டர் கேரக்டர் என்ன பண்ணும் அப்படின்னு சொல்லி அவங்க தான் ஃபஸ்ட் டைம். எப்போவுமே நாங்கள் உங்களுக்கு எல்லாம் தெரியும், நீங்கள் நம்ம ஷூட் பண்ணுறப்போ சாமி கும்பிடுவோம்ல, அப்போ அவங்க தான் சொல்லியாச்சு, அந்த முருகாங்கிற வேர்டே அவங்க தான் சொல்லியாச்சு, மாஸ்டர் நான் அதை யூஸ் பண்ணுறேன்னு சொல்லி. ஸோ இப்படி தான் ஜம்ப் பண்ணுறது வந்து சும்மா சாதாரணமாக தான் நம்ம பண்ணிக்கிட்டு இருந்தது. அப்போ சார் வந்து அந்த ஜம்ப் பண்ணதுக்கப்புறம் அது பயங்கரமாக மாறிடுச்சு. நம்மளுக்கு தெரியாது அந்த மாதிரி அவங்க பண்ணுவாங்க அப்படின்னு. சின்ன இடம் தானே, நான் கொஞ்சம் பயந்துக்கிட்டு தான் இருந்துச்சு. பட் அவங்க பண்ணது தான் അല്ല, ലാലേട്ടന്റെ മുണ്ടൂര് വീഡിയോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ? മുണ്ടൂര് അടി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഋഷഭ് ഷെട്ടി അടക്കം നമ്മുടെ മുണ്ടിന്റെ കാര്യം പറഞ്ഞ് ഇപ്പൊ വൈറലായ മുണ്ടൂര് അടി ഒരുപാട് ഉണ്ട്. പക്ഷെ ഫാൻ ഊരി അടിച്ചത് അതാരുടെ ഐഡിയ? அது கம்ப்ளீட்டாக டைரக்டர் தான். ஏன்னா அந்த ஃபேன் எடுத்து அடிச்சே ஆகணும் அப்படின்னு ரொம்ப நேரம் பிடிவாதம் பிடிச்சாச்சு அவர். அது ஃபேன் எடுத்து அடிக்கணும், டைரக்டர் சார் தான் அது பிளான் பண்ணது. நம்ம அப்படி கொஞ்சம் எக்ஸிக்யூட் பண்ணி வச்சோம். അടിപൊളി. താങ്ക് യു മാസ്റ്റർ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ബാക്കി നമ്മൾ വിഷ്വൽ, ഓഡിയോ അല്ല മ്യൂസിക്, ഫൈറ്റൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഓഡിയോയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സിനിമയാണ് നമ്മുടേത്. കാരണം ഇതിൻ്റെ സൗണ്ട് ഡിസൈനറായിട്ടുള്ള വിഷ്ണു ഗോവിന്ദനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വിഷ്ണുവേ, നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഉരുൾപൊട്ടലിലാണ്. അപ്പോൾ അതിഭീകരമായ ഒരു സൗണ്ട് ഡിസൈനിങ് അതിനെന്തായാലും വേണം എന്നുള്ളത് ഡയറക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഉരുൾപൊട്ടൽ മാത്രമല്ല, ഇടി, മഴ, കാറിന്റെ ചേസ്, മഴയിലെ ഫൈറ്റ്, മഴയത്തുള്ള ഇടി. അപ്പൊ അതൊക്കെ ആയിരിക്കുമല്ലോ ആദ്യം ഡിമാൻഡ് ചെയ്തത് ഡയറക്ടർ. എന്തായിരിക്കും ആദ്യം ഡിമാൻഡ് ചെയ്തത് ഡയറക്ടർ? ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല. തുടരും തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 7-8 മാസം മുമ്പാന്ന് തോന്നുന്നു, തരുൺ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അയച്ചായിരുന്നു. അതിലൊരു ആനയുടെ സൗണ്ടാണ്. അത് നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനൊരു ആനയുടെ ഒരു അലർച്ച. അപ്പം ഞാൻ ചോദിച്ചു എന്താ കളിയാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് ശബ്ദങ്ങൾ നീ റെഡിയാക്കി വെച്ചോ, ഒരു പരിപാടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ? ലാലേട്ടൻ പടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയൊരു എനർജി ഉണ്ട്. ആ എനർജി ഇപ്പോഴും ഉണ്ട്. അത് ഇനിയും തുടരുംന്ന് ഇപ്പോൾ ഇന്ന് രഞ്ജിത്തേട്ടൻ അടുത്ത പടം അനൗൺസ് ചെയ്തപ്പം ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഇന്നിവിടെ ഈ ഒരു വലിയ മഹാവിജയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വേറൊരു സന്തോഷമുള്ളൊരു കാര്യം, ഇതിനു മുമ്പ് ലാലേട്ടൻ്റെ പടം ഞാൻ ചെയ്തത് ഒപ്പമാണ്. ഒരു വേദി, ലാലേട്ടനുള്ളൊരു വേദിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത് ഇതിനു മുമ്പ് ഒപ്പത്തിൻ്റെ വേദിയായിരുന്നു. ഇതിപ്പോൾ തുടരുമാണ്.
ലാലേട്ടൻ്റെ ഒപ്പം തുടരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം അടുത്ത ലാലേട്ടൻ്റെ കുറച്ച് സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇന്ന് അടുത്തൊരു സിനിമ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് വീണ്ടും സന്തോഷമാണ്. പാട്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ L365 അങ്ങനെ ഇപ്പോൾ ഇന്ന് തരുണിൻ്റെ അടുത്ത പടം അനൗൺസ് ചെയ്തു, അതും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ തരുണിൻ്റെ കൂടെ മൂന്നാമത്തെ സിനിമയാണ് തരുണിൻ്റെ ജാവ, വെള്ളക്ക, പിന്നെ തുടരും. ഇനി അടുത്ത പടത്തിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ എടുത്തു പറയേണ്ട സന്തോഷമുള്ള ഈ പടത്തിൽ ഞാനിവിടെ നിൽക്കാൻ കാരണമായിട്ടുള്ള മറ്റൊരാൾ രഞ്ജിത്തേട്ടനാണ്. എന്താ പറയുക, ഈ പടത്തിൽ ഒരുപാട് സമയങ്ങളിൽ ഇതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, റീ എഡിറ്റുകൾ വരും, അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ഇതിനെ നന്നാക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പല അവസ്ഥകളിലും പോയപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അടിക്കുന്ന സമയത്ത് രഞ്ജിത്തേട്ടനെ വിളിക്കും. രഞ്ജിത്തേട്ടൻ പറഞ്ഞ ഒരു വാക്ക്, വിഷ്ണു ഒന്നും പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ്. ഈ ഒരു വാക്ക് ഒരു ടെക്നീഷ്യന് കിട്ടുക, ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുക എന്ന് പറയുന്നത് എല്ലാ സിനിമയിലും നടക്കുന്ന ഒരു കാര്യമല്ല. അത് രഞ്ജിത്തേട്ടൻ വെറുതെ പറഞ്ഞതല്ലായിരുന്നു. പടത്തിൻ്റെ മിക്സ് ഫൈനൽ ചെയ്യുന്ന സമയത്ത് വരെ രഞ്ജിത്തേട്ടൻ കൂടുന്നുണ്ട്. അതുമാത്രമല്ല, അതിനുശേഷം തിയേറ്ററിൽ പടം റിലീസായതിനു ശേഷം പ്രേക്ഷകരിലേക്ക് ഇത് പൂർണ്ണമായിട്ട് എത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ തിയേറ്ററിലും പോവുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരാളാണ് രഞ്ജിത്തേട്ടൻ. അതിൽ രഞ്ജിത്തേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ പടം എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും അധികം കണ്ട ആൾക്കാരിൽ ഒരാളായിരിക്കും ഞാൻ. കാരണം നമ്മൾ ഓരോ സീനുകളിലും ഓരോ ശബ്ദങ്ങളിലേറെ ചെയ്ത് വീണ്ടും കാണുകയും പിന്നെ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരു ലാലേട്ടൻ ഓരോ സീനിലും കൊടുക്കുന്നൊരു എനർജി ഉണ്ട്. അതിൽ ആ എനർജി ലാലേട്ടൻ ആ സിനിമയോട് കാണിക്കുന്ന ഡെഡിക്കേഷൻ, സിനിമയോട് ലാലേട്ടൻ കാണിക്കുന്ന സ്നേഹം, കമ്മിറ്റ്മെൻറ്റ്, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഓരോ സീൻ ചെയ്യുമ്പോഴും ലാലേട്ടൻ ഇത്രയും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും താഴെ പോകാൻ പാടില്ല. അത് ആ ലാലേട്ടൻ ചെയ്തതിനെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് അതിൻ്റെ ശബ്ദം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനും ജെയ്ക്സും ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്, നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കാൻ തോന്നുന്നൊരു എനർജിയാണ് ലാലേട്ടനെ ഓരോ സീനിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് തോന്നുന്നു ആ എനർജി ആണ് നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരിലേക്കും അത് കിട്ടിയിട്ടുണ്ട്. കാര്യം രഞ്ജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഡേ 1 to ലാസ്റ്റ് ഡേ വരെയും എല്ലാവരും ഒട്ടും ക്ഷീണമില്ലാതെ വർക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ പുറകിൽ ലാലേട്ടന കൊടുക്കുന്ന എനർജിയാണെന്നാണ്. ലാലേട്ടനോട് നമുക്കുള്ളൊരു ഇഷ്ടം, എന്നാൽ ലാലേട്ടന് സിനിമയോടുള്ള ഇഷ്ടവും നമുക്ക് സിനിമയോടും ലാലേട്ടനോടുള്ളൊരു ഇഷ്ടമാണ് ഇന്ന് ഈ ഒരു വലിയ വിജയത്തിൻ്റെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാലേട്ട, താങ്ക് യു, ലവ് യു. അപ്പോൾ താങ്ക് യു എവരി വൺ. വീണ്ടും തുടരും. അല്ല രഞ്ജിത്തേട്ടൻ അവിടെ നിന്റെ സംസാരം ഇത്തിരി അധിക പ്രസംഗം ആണോ? ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നെയോ ആണോ? എടാ എന്നെ എഡിറ്റ് ചെയ്യാനല്ലടാ പറഞ്ഞേ. എടാ നമ്മുടെ എഡിറ്ററെ വിളിക്കാൻ കൈകൊണ്ട് കാണിച്ചതാണ്. ഷഫീഖിനെ വിളിക്ക്. ഷഫീഖ് ഭായ് വരൂ. ഷഫീഖ് ഇതിലൊരു സ്പോട്ട് എഡിറ്ററായിട്ട് ആദ്യം വന്ന ആളാണ്. ഇതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷഫീഖിന് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. തരുൺ ബ്രോയ്ക്ക് എന്തോ പറയാൻ? അല്ല, ഞങ്ങൾ നിർത്തിക്കോളാം. ഇപ്പൊ പോവാ ഞാൻ. എന്നെ അല്ലല്ലേ. ഈ സിനിമയുടെ ഒരു വലിയ കണ്ടെത്തലാണ് ഷഫീഖ്. ഭയങ്കര അഭിമാനത്തോടെ മലയാള സിനിമയിലേക്ക് വെക്കുന്ന ഒരു കണ്ടെത്തലാണ്. കാരണം ഒരു സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു, നിഷാദിൻ്റെ യോഗം പറഞ്ഞു, നിഷാദ് പോയ സമയത്ത് നിഷാദ് ഈ സിനിമയിൽ ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ വന്നവൻ പാലക്കാട് വന്നിരുന്ന് പറഞ്ഞു, സാധാരണ നിഷാദ് അങ്ങനെ ഒരു എഡിറ്ററെ പറ്റിയും പറയാറില്ല. എന്നോട് പറഞ്ഞു, എനിക്ക് പണി കുറവാണ്, അവൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന്. പക്ഷേ അത് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ നിന്ന് പോയത്. അപ്പം ഒരു പക്ഷേ അവൻ എന്നോട് പറഞ്ഞതായിരിക്കും, ഇതാ ഷഫീഖിനെ കൊണ്ട് ചെയ്യിച്ചോളൂ എന്ന്. അങ്ങനെ ആ ഷഫീഖാണ് ഇപ്പം നിൽക്കുന്നത്. അഭിമാനത്തോടെ മലയാള സിനിമയുടെ മുന്നിലേക്ക് ഞങ്ങൾ തുടരും ടീം വെക്കുന്ന ഒരുപാട് വലിയ സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ എഡിറ്ററായി മാറട്ടെ എന്ന് ഈ സമയത്ത് പറയുന്നു. ഒരുപാട് പേരുടെ ജീവിതം തുടരാനുള്ള കാരണമാണ് തുടരും, അല്ലേ? എന്താ പറയാ, ഒരു വലിയൊരു സന്തോഷമുള്ളൊരു നിമിഷവും ഒരുപാട് വിഷമമുള്ള നിമിഷവുമായിരുന്നു. നിഷാദക്കെ പോലൊരു വലിയൊരു എഡിറ്റർ ഈ സിനിമയിൽ നിന്ന് നമ്മളിൽ നിന്ന് വിട്ടുപോയപ്പോൾ എന്നോട് എന്താ പറയുക, ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. രഞ്ജിത്ത് സാറും തരുൺ ചേട്ടനും എന്നെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു സിനിമ ഏൽപ്പിച്ച രഞ്ജിത്ത് സാർ
തരും ചേട്ടാ, നിങ്ങളോടൊക്കെ എന്നെ നന്ദി പറയണമെന്ന് അറിയില്ല. ഷായി സാറായിരുന്നു ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചത്. പിന്നെ ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയ, അല്ലെങ്കിൽ ഒരു നോക്ക് കാണാനായിട്ട് ഒരുപാട് ലൊക്കേഷനുകളിൽ ഞാൻ മതിലിയാടിച്ചെന്ന് സാറിനെ കാണാൻ നിന്നിട്ടുണ്ട്. സാറിൻ്റെ ബാബ കല്യാണിയുടെ ലൊക്കേഷനിൽ ഞാൻ വന്ന് സാറിൻ്റെ അടുത്ത് നിന്ന് ഓട്ടോഗ്രാഫി മേടിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നീട് കർമ്മയോധയുടെ ലൊക്കേഷനിൽ സാറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നീട് മോൺസ്റ്റർ എന്ന സിനിമയിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും വലിയ സ്വപ്നമാണ് സാറിൻ്റെ കൂടെ, ലാൽ സാറിൻ്റെ കൂടെ ഒരു പടം വർക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങിയത്. 13 വർഷക്കാലം ഞാൻ കാത്തിരുന്നത് ഇതുപോലത്തെ ഒരു നിമിഷമായിരുന്നു. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നത് സാർ ഓരോ സെക്കൻഡിലും മിന്നിമായുന്ന ഗംഭീര പെർഫോമൻസുകളാണ് സിനിമയിലുള്ളത്. അതൊന്നും എൻ്റെ അശ്രദ്ധ മൂലം പോവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും തുടരും സിനിമയിൽ ഓരോ സീനും എഡിറ്റ് ചെയ്തത്. അതിനെന്നെ കൂടെ നിർത്തിയ തരുൺചേട്ടൻ, രഞ്ജിത്ത് സാർ, എൻ്റെ എഡിറ്റിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വിഷ്ണുവേട്ടൻ, ജെയ്ക്സേട്ടൻ, എല്ലാവരോടും ഒരുപാട് നന്ദി. ഇന്ന് കാണുന്ന തുടരുമിൻ്റെ യഥാർത്ഥ ശക്തികൾ ഇവരാണ്. ജെയ്ക്സിൻ്റെ, ഷായിച്ചേട്ടൻ്റെ, സിൽവ മാസ്റ്ററിൻ്റെ, വിഷ്ണുവിൻ്റെ, ഇനിയാണ് ഗോകുലേട്ടൻ്റെ, സമീറുടെ, അങ്ങനെ എൻ്റെ ഓൾ ടീം, എൻ്റെ ഡയറക്ഷൻ ടീം, എല്ലാവർക്കും ഈ സമയം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു. നിങ്ങളില്ലെങ്കിൽ നമ്മൾ ഈ തുടരും ഇങ്ങനെ ആക്കില്ല. താങ്ക് യു.